അങ്ങനെ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ മൂന്നാം തേരാഘോഷമാക്കുകയാണ് ഭക്തർ. ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രഥം പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. സ്നേഹമോൾ നയനാനുണ്ട്. സ്നേഹ, ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മൾ കാണുന്നത്. കഴിഞ്ഞ തവണയാണെങ്കിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തിരക്ക്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്ക്, അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ തിരക്കൊക്കെ അവിടെ ഉണ്ട്. ഭക്തരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ രാഷ്ട്രീയക്കാരാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ? ആരൊക്കെയുണ്ട് അവിടെ? ദിവിഷ്, ഇപ്പോൾ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രഥമാണ് പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളൊക്കെ ദിവിഷ് പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ അവർ വന്ന് അമ്പലത്തിൽ തൊഴുതു, അനുഗ്രഹമൊക്കെ തേടിപ്പോയി. ഇപ്പോൾ വലിയ തിരക്കാണ്, വലിയ ഭക്തജന തിരക്കാണ്. കൽപ്പാത്തിയിൽ മാത്രമല്ല, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ആളുകളുണ്ട്, വിദേശികളടക്കമുള്ള ആളുകളുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ഈ പഴയ കൽപ്പാത്തി ലക്ഷ്മി പെരുമാൾ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട 3 രഥങ്ങളും, ഒപ്പം തന്നെ പഴയ കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഒരു രഥം, അങ്ങനെ 4 രഥങ്ങളാണുള്ളത്. ശിവന്റെയും പാർവതിയുടെയും ഒരു രഥം, പിന്നാലെ മുരുകന്റെയും ഗണപതിയുടെയും അതോടൊപ്പം തന്നെ കൃഷ്ണന്റെയും രഥമാണ് ഇവിടെ ഉള്ളത്. വലിയ ഒരു തിരക്ക് തന്നെയാണ്. അതായത് സാധാരണ ദിവസങ്ങളിൽ 365 ദിവസമുണ്ടെങ്കിൽ 362 ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ കാണാം. പക്ഷേ ഈ ദിവസങ്ങളിൽ കൽപ്പാത്തിക്കാരുടെ ഒരു വിശ്വാസമനുസരിച്ച് അവരുടെ ദൈവം അവരെ കാണാൻ വേണ്ടി അവരുടെ ഈ അഗ്രഹാര വീഥികളിലൂടെ അവരുടെ വീടുകളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഇപ്പോൾ തന്നെ വലിയ തിരക്കാണ്. അപ്പം രഥസംഗമത്തിൽ പറയേണ്ട കാര്യം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത്ര അധികം തിരക്ക് നമ്മൾ അനുഭവിക്കുന്നത്, ഞാൻ 2-3 വർഷമായപ്പോൾ കൽപ്പാത്തിയിൽ ഈ ദേവരഥ സംഘമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നു. പക്ഷെ ഇത്ര അധികം തിരക്കുന്നത് ഞായറാഴ്ച കൂടി ആയതുകൊണ്ടാകാം വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ കൃഷ്ണന്റെ രഥം പ്രയാണം ആരംഭിച്ചു. ഇനി വൈകുന്നേരം 4 മണിയോടുകൂടി മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് തന്നെ രഥങ്ങൾ ഇവിടേക്ക് എത്തി വലിയ ദേവരഥ സംഗമം, വലിയൊരു മനോഹരമായ കാഴ്ച, അതൊക്കെ കാണാനായിട്ട് തന്നെ വളരെ നേരത്തെ തന്നെ ആളുകളുടെ വലിയൊരു തിരക്ക് ഇവിടെ ഉണ്ട്. കുറെ ആളുകളുണ്ട്. ചേട്ടാ, നേരത്തെ തന്നെ എത്തിയതാണോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ വരുന്നുള്ളൂ. ആദ്യമായിട്ട് വരും. ഇങ്ങനെ ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ്. എവിടുന്നാണ്? ഞങ്ങൾ മലപ്പുറം താനൂർ എത്തിയിട്ടുള്ളൂ. കാണാൻ പരിപാടി കാണാൻ കഴിച്ചിട്ടില്ല. വൈകുന്നേരത്തെ ദേവരഥ സംഗമത്തിനൊക്കെ ഉണ്ടോ? ഉണ്ടാവും. കഴിഞ്ഞിട്ട് പോകുള്ളൂ. അങ്ങനെ നേരത്തെ തന്നെ ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ടൊക്കെ തന്നെ നേരത്തെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തി ഈ ദേവരഥ സംഗമം കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോ ഇന്ന് ഇപ്പോൾ ഉള്ള രഥപ്രയാണം ആരംഭിച്ചു. ഇനിയിപ്പോൾ വൈകിട്ട് 4 മണിക്കായിരിക്കും മറ്റ് രഥങ്ങളൊക്കെ തന്നെ പ്രയാണം ആരംഭിക്കുക. അങ്ങനെ വൈകിട്ട് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ദേവരഥ സംഗമം, അല്ലേ? അതെ, തീർച്ചയായും എല്ലാവരും കാത്തിരിക്കും. അതായത് നമ്മൾ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ തിരക്കൊന്നുമല്ല, വൈകുന്നേരം നിങ്ങൾ കാണണം ആ ഒരു തിരക്കാണ്. വളരെ അപൂർവമായി നടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മഹാദേവരഥ സംഗമം എന്ന് പറയുന്നത്. ആ സംഗമത്തിനായിട്ട് ആളുകൾ ഒത്തുകൂടുകയാണ്. ഇവിടെ ആളാണോ? അവിടെ തന്നെ പുതിയ പാലം. തിരക്ക് നല്ല തിരക്കുണ്ട്. കണ്ടോ? കണ്ടു. ഞാൻ മുണ്ടൂർ സ്കൂൾ കേട്ടില്ലേ? അല്ലതാ കൂട്ടുകാരൻ. എപ്പോ തൊട്ട് വന്നാണെങ്കിൽ? ഞാൻ ഈ 1-ാം തീയതി മുതൽ ഡെയിലി വരുന്നുണ്ട്. വൈകുന്നേരം ഉണ്ടാവില്ലേ? ഉണ്ടാവും. വൈകുന്നേരം കാണാം.